ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നയനയുടെയും ആദർശിൻ്റെ നവ്യയുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക, എന്തൊക്കെ വിശേഷങ്ങളാണ് നടക്കുക എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കനകദുർഗയാണ്. കനകദുർഗയ്ക്കാണെങ്കിൽ നവ്യയുടെ മേലെ നല്ല രീതിയിൽ സംശയം വന്നിട്ടുണ്ട്. കാരണം നയന എന്തോ ഒന്ന് കനകദുർഗയോട് പറയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് കനകദുർഗയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നവ്യയെക്കുറിച്ചാണ് എന്നുള്ളതും കനകദുർഗയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്തോ പറയാൻ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞില്ല. ഇത് നവ്യ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നവ്യ എന്തെങ്കിലും സൈൻ കൊടുത്തിട്ടാണോ ഇനി നമ്മുടെ നയന പറയാൻ വന്ന കാര്യം പറയാതിരുന്നത് എന്നുള്ള സംശയം നമ്മുടെ കനകദുർഗയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഇതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ റൂമിലേക്ക് കനകദുർഗ കയറി ചെല്ലുകയാണ്. എന്നിട്ട് നവ്യയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം അമ്മയോട് മറക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. നവ്യ, നീ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണോ എന്നോട് പെരുമാറുന്നത്? എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നയനമോള് എന്തെങ്കിലും പറയാൻ വന്നിട്ട് പെട്ടെന്ന് പറയാതായത് എന്തുകൊണ്ടാണ്? എനിക്ക് നിന്നിൽ നല്ല സംശയമുണ്ട്. നീ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറഞ്ഞോളാൻ പറയാം കേട്ടോ കനകദുർഗ. ഇത് കേട്ട ഉടനെ തന്നെ നവ്യ ആകെ ഷോക്കാവാണ് കേട്ടോ. നവ്യ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇനി എങ്ങാനും അവൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക്, അതുകൊണ്ടാണ് അമ്മ ഇനി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കാൻ കേട്ടോ. അതേസമയം തന്നെ കനകദുർഗ ചെന്ന് ഒന്നും കൂടെ നവ്യയെ കുലുക്കി വിളിച്ചിട്ട് ചോദിക്കുക, എടി നിന്നോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്, നീ എന്തെങ്കിലും കള്ളത്തരം ചെയ്തു വെക്കുന്നുണ്ടോ? നവ്യ എന്തോ നയന എന്തോ പറയാൻ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നിന്നെ കാണുമ്പോൾ നിർത്തി കളയുന്നു. നീ എന്തോ ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എൻ്റെ നയന മോൾക്കുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പണ്ട് തൊട്ടേ നീ ഇങ്ങനെയാണല്ലോ, എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടും, എന്നിട്ട് അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് നയനയും വരും. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയടി എന്ന് പറയാൻ കേട്ടോ നവ്യയോട് കനകദുർഗ. അപ്പോഴേക്കും നവ്യ കനകദുർഗയോട് പറയണം, അയ്യോമ്മേ എനിക്കൊന്നും അറിയില്ല. അവൾക്ക് ചിലപ്പോൾ ഈ വീട്ടിലെ പണിയും ആ ടെൻഷനൊക്കെ കാരണം അവളുടെ മുഖത്തിന് തെളിച്ചില്ലാത്തതായിരിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വന്നപ്പോൾ അമ്മ തെറ്റിദ്ധരിച്ചായിരിക്കാനാണ് സാധ്യത എന്ന് പറയാണ് കേട്ടോ. എന്തായാലും നൈസായിട്ട് നവ്യ കനകദുർഗയെ പറ്റിക്കുകയാണ്. കനകദുർഗ അത് വിശ്വസിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടേക്ക് ജ്യൂസുമായിട്ട് അഭി വരിക കേട്ടോ. ആ ഒരു ഗർഭം കലക്കുന്ന മരുന്ന് കലർത്തിയ ജ്യൂസാണ് ആ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും നവ്യയ്ക്ക് ആകെ ആശ്ചര്യം തോന്നുകയാണ്. അല്ല, ഇതുവരെ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ, ഇതെന്ത് പറ്റി? ജ്യൂസൊക്കെ ആയിട്ട് ഇതുവരെ ഇല്ലാത്ത ഓരോ പ്രകടനങ്ങളൊന്നും വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും കനകദുർഗയ്ക്ക് ഇത് പിടിക്കുന്നില്ല കേട്ടോ. കനകദുർഗ വയ്ക്കുകയാണ്, അവൻ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയാണോ പറയേണ്ടത്? അപ്പോൾ എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് നിനക്ക് ഈ ജ്യൂസ് കൊണ്ടുതന്നത്, നീ ഇങ്ങനെയൊക്കെ പറയരുതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, ആപ്പിൾ ജ്യൂസ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അബിക്ക് അറിയില്ല, ഞാനിത് കുടിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അബി നിർബന്ധിക്കുകയാണ്, നമ്മുടെ നവ്യ അടുക്കുന്നില്ല. അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ്, അവൻ സ്നേഹത്തോടുകൂടി എന്തെങ്കിലും തരുമ്പോൾ നീ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ ജലജ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ജലജ വിചാരിക്കുകയാണ്, ദൈവമേ ഈ പ്ലാനും പാളീസാവുമെന്നാണ് തോന്നുന്നത്. അവളത് കുടിക്കുന്നില്ലല്ലോ, ഇനിയും അബോർഷന് സാധിക്കൂലേ, എന്തായിരിക്കുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ജലജ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ദൈവമേ ഇവൻ്റെ ഭാര്യയ്ക്ക്, സ്വന്തം ഭാര്യയ്ക്ക് എന്ത് ജ്യൂസാണ് ഇഷ്ടമെന്ന് പോലും ഇവൻ അറിഞ്ഞൂടല്ലോ, ഇവനെന്ത് പൊട്ടനായിരുന്നു, അവൾക്ക് ഇഷ്ടമില്ലാത്ത ജ്യൂസും കൊണ്ട് വന്ന് ഇന്നും പണി പാളുമോ ആവോ എന്നൊക്കെ വിചാരിച്ച് ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് സ്വയം ഇങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ. അതേസമയം തന്നെ കനകദുർഗ അവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ അഭി ഇങ്ങനെ പറയുകയാണ് നവ്യയോട്, എടി ഈ ജ്യൂസ് കടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, സുന്ദരിയായിട്ടിരിക്കും, സൗന്ദര്യമുള്ള കുഞ്ഞായിരിക്കുള്ളൂ ജനിക്കണേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നവ്യ പറയാണ്, എനിക്കങ്ങ് വേണ്ട ഈ ജ്യൂസ്, ഞാൻ കുടിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും കനകദുർഗ വേഗം തന്നെ ഇവളോട് പറയണം, എടി നീ പറയുന്നത് കേട്ടെ, അവൻ പറയുന്നത് പോലെ നീ ഈ ജ്യൂസ് എടുത്ത് കുടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക കേട്ടോ കനകദുർഗ. മോളെ ചീത്ത പറയാണ് കനകദുർഗ. അപ്പോഴേക്കും കനകദുർഗ പറയാണ്, വെറുതെ അല്ല അബിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത്, അവൻ ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നീ ഇതുപോലത്തെ വർത്താനമല്ലേ പറയുന്നത്, നീ ഇതെന്തായാലും കുടിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ നമ്മുടെ അബിയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് മേടിച്ചിട്ട് പറയാണ് അബിയോട്, മോൻ വിഷമിക്കേണ്ട, ഇവളെ കൊണ്ട് ഇത് ഞാൻ കുടിപ്പിക്കുന്ന കാര്യം ഏറ്റു എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട ജലജയ്ക്കും അബിക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഈ മഹാഭാവി ഇവരുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ, ഇവരറിഞ്ഞിട്ടില്ലെങ്കിലും എന്തായാലും ഇവരുടെ കൈകൊണ്ട് തന്നെ ആ ഗർഭം അലസി പോട്ടെ എന്ന് ഇവർ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. അങ്ങനെ എന്തായാലും കനക നിർബന്ധിച്ച് നമ്മുടെ നവ്യയെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അബി പുറത്തേക്ക് വരികയാണ്, സന്തോഷിച്ച് വരികയാണ്. അപ്പോഴത്തേക്കും ജലജയോട് പറയാണ്, അമ്മേ എന്തായാലും അവരുടെ കൈകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടുള്ള പണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് വേദന തുടങ്ങി ആ കുഞ്ഞ് ചത്ത് പുറത്തേക്ക് വരുമെന്ന് പറയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ തലയിൽ നിന്ന് ആ ശല്യം ഒഴിഞ്ഞു എന്നൊക്കെ ആലോചിച്ച് സന്തോഷത്തോടു കൂടി ഇവരിയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി ജലജയോട് പറയാണ്, അമ്മയുടെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആയിട്ടുണ്ട്, അമ്മയുടെ ബുദ്ധി എന്തായാലും അപാരം തന്നെയെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയണം, പിന്നെ അല്ലാതെ മോനെ, നിനക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യും, എൻ്റെ മോൻ്റെ ജീവിതം സേഫ് ആക്കേണ്ടത് എൻ്റെ കടമയാണ്, ഇവൾ പോയിട്ട് വേണം, ഇവളെ തല്ലി പുറത്താക്കിയിട്ട് വേണം
നിന്നെക്കൊണ്ട് ഒരു കോടീശ്വരനെ കല്യാണം കഴിപ്പിച്ച് നിൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാൻ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ അബോർഷൻ സംഭവിക്കും എന്നുള്ള ആ ഒരു ത്വരയിൽ ഇവർക്കറിയില്ലല്ലോ നമ്മുടെ നവ്യ ഫേക്കായിട്ടുള്ള ഗർഭമാണ് ധരിച്ചിരിക്കുന്നതെന്നുള്ളത്. ഇനി അടുത്ത സീനിൽ ആദർശിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദർശ് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പവിത്ര ഒരു ഡിസൈനുമായിട്ട് ആദർശിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ആദർശിനാണെങ്കിൽ ഈ ഡിസൈൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആദർശ് പവിത്രയോട് ചോദിക്കുകയാണ്, പവിത്ര ഇത് എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ ഡിസൈൻസ് ഒരു രസമില്ല, എനിക്കിത് കാണണമെന്ന് തന്നെയില്ല. നീ കണ്ടിട്ടില്ലേ നയന വരയ്ക്കുന്ന ഡിസൈൻസ്? നയന വരയ്ക്കുമ്പോൾ നീ അത് കണ്ടു പഠിച്ചിട്ട് അതുപോലെ ചെയ്തുകൂടെ? നയന വരയ്ക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ്, അതുപോലെ എന്തെങ്കിലും ചെയ്യ്. നീ ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ പവിത്ര അത് എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു ഫോൺ വരികയാണ്. അപ്പം നയനയുടെ കോളാണ് കേട്ടോ ആദർശിൻ്റെ ഫോണിലേക്ക് വന്നത്. അപ്പോൾ ആദർശ് കോൾ എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നയന വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശിനോട് നയന പറയണം, അയ്യോ ഇത് ആദർശേട്ടനായിരുന്നോ, എനിക്ക് കോള് മാറിപ്പോയതാണെന്ന് പറയണം. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, നിങ്ങളെ ഞാനല്ലല്ലോ കളിയാക്കുന്നത്, നിങ്ങൾ എന്നെയല്ലേ കളിയാക്കുന്നത്, എനിക്ക് കോള് മാറിപ്പോയതാണ്, ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും പവിത്ര പറയാണ്, അല്ല നയന മേഡത്തിന് നല്ല ആയുസാണ്, ആദർശ് സാറിന് നയന മേഡത്തിന് ഭയങ്കര ഇഷ്ടമാണ്, നയന മേഡത്തിന് തിരിച്ചും, അതുകൊണ്ടല്ലേ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ കോള് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആദർശ് വേഗം തന്നെ ചോദിക്കുകയാണ്, പവിത്രയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ഏൽപ്പിച്ചോ? നീ പറഞ്ഞ കാര്യം കൂടി മാത്രം ചെയ്താൽ മതി, നീ പോയി ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് പവിത്രയുടെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ ആദർശ്. എന്തായാലും പവിത്ര പോയി കഴിഞ്ഞതിന് ശേഷം ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്, നമുക്ക് ഇതുവരെ നയനേനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണമൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ, അവൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടില്ലല്ലോ, എന്നാൽ എന്തായാലും അവളെ വിളിച്ച് ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നയനയെ വിളിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ്, നയനെ വൈകുന്നേരം റെഡിയായിട്ട് നിൽക്കണം, നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നയന ആകെ ഞെട്ടുവാണ് കേട്ടോ. കാരണം ആദർശിൻ്റെ വായിൽ നിന്ന് ഇതുപോലൊരു വാക്ക് നയന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നയന ചോദിക്കുക, എന്താ ആദർശേട്ടാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആദർശ് ചോദിക്കുകയാണ്, എന്തേ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, ഞാൻ വരുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, ആദർശേട്ടൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയാണ് കേട്ടോ നയന. അപ്പോഴേക്കും നയന ആദർശിനോട് പറയാണ്, ഇനി എന്നെ കളിയാക്കിയൊന്നും അല്ലല്ലോ അല്ലേ, എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കലാണല്ലോ, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആദർശേട്ടൻ്റെ പണി, ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും പറഞ്ഞതാണോ എന്നുള്ളൊരു ഡൗട്ടും എനിക്കില്ലാതെയില്ല എന്നിങ്ങനെ നയന ആദർശിനോട് പറയാം കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, ഇല്ല ഞാൻ നിന്നെ കളിയാക്കിയതൊന്നുമല്ല, സത്യമായിട്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശരിയാണ് ഞാൻ അവളെ എപ്പോഴും കളിയാക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവളങ്ങനെ തെറ്റിദ്ധരിച്ചത്. അതേസമയം ഇവർ ഈ പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു, ജലജയ്ക്കാണെങ്കിൽ ആകെ കൂടെ കൈകാലമൊക്കെ വിറക്കാണ്. കാരണം ഇനി അങ്ങനെ ആദർശും നയനയും കൂടെ പ്രണയത്തിലായോ സ്നേഹത്തിലായോ ഇനി ഇവരെ ഒഴിവാക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പദ്ധതി എങ്ങനെയെങ്കിലും പൊളിക്കണം എന്ന് തന്നെ നമ്മുടെ ജലജ വിചാരിക്കാൻ കേട്ടോ. അതേസമയം തന്നെ കനകദുർഗ മോളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും മോളുടെ മുഖത്തെ സന്തോഷം കണ്ട് കനകദുർഗ ചോദിക്കും, എന്താ മോളെ ഇത്രയധികം സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ നയന പറയുകയാണ്, അല്ലമ്മേ ആദർശേട്ടൻ എന്നെ പുറത്തു കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചിടാന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പുറത്തുപോയിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം തൻ്റെ മോള് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ആദർശ് നന്നായിട്ട് തന്നെയാണ് എൻ്റെ മോളെ നോക്കുന്നത് എന്നുള്ളൊരു ചിന്ത കനകദുർഗയ്ക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ.